അലൈക്കും. അപ്പൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് റമദാനോടനുബന്ധിച്ചുള്ള വീഡിയോ തന്നെയാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വെക്കുകയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ തലേ ദിവസമാണ് ഇട്ടത്. അപ്പോൾ ഞാൻ കുറച്ച് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായി. പിറ്റേ ദിവസം വെള്ളപ്പം ചൂടാനായിട്ട് 2 കപ്പ് പച്ചരി, 1/4 കപ്പ് തേങ്ങയും, 1/4 കപ്പ് ചോറും, പിന്നെ ഒരു നുള്ളു സോഡാപ്പൊടി, പാകത്തിന് ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ദോശമാവിൻ്റെ പരുവത്തിൽ അരക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അരച്ചതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ വെള്ളപ്പത്തിന് നല്ലൊരു മയവും അപ്പോൾ അതൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ വരും. അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചതിന് ശേഷം മൂടി വെക്കുകയാണ്. പിറ്റേ ദിവസം ഞാൻ ആ ഒരു മാവ് പൊന്തിയ വീഡിയോ ഇതിലില്ല കേട്ടോ. അത് ഇതിന് മിസ്സായിപ്പോയി. അപ്പോൾ ഞാൻ നല്ല സോഫ്റ്റായിട്ട് തന്നെ അടിപൊളി വെള്ളപ്പായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് മുട്ട റോസ്റ്റാണ്. അപ്പോൾ റമദാനോടനുബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ ചിപ്പൂട്ടൻ്റെ എക്സാമൊക്കെ ആയതിന് ശേഷം ഞാൻ അതൊക്കെ അങ്ങനെയുള്ള കുറച്ച് തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുള്ള കാരണം ലാസ്റ്റ് ആവട്ടെ എന്ന് കരുതിയിട്ട് റമദാൻ്റെ പ്രിപ്പറേഷനൊക്കെ ലാസ്റ്റ് ആവട്ടെ എന്ന് കരുതി. അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. ഒക്കെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി വാഷ് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു കേട്ടോ. ഇനി ഇത് മിക്സിയിലിട്ട് അരക്കണം. അപ്പോൾ മിക്സിയിൽ നിന്ന് നന്നായിട്ട് അരയാൻ വേണ്ടിയിട്ടാണ് മാക്സിമം ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ബിരിയാണിക്കൊക്കെ ഇതെല്ലാം ഇട്ടെടുക്കുക. ബിരിയാണിക്ക് ചതച്ചത് ഞാൻ ഇതുപോലെ സെറ്റാക്കി വെക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ കേട്ടോ, ഫ്രൈ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ്. കാരണം നന്നായിട്ട് പേസ്റ്റ് ആക്കിയതാണല്ലോ. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചതിന് ശേഷം ഒരു ട്രേ എടുത്തിട്ട് അതിൽ കുറച്ചൊരു ഓയിൽ നന്നായിട്ടൊന്ന് തടവിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് നന്നായിട്ട് സെറ്റായി വരുമ്പോൾ പെട്ടെന്ന് അടർത്തിയെടുക്കാൻ പറ്റും അങ്ങനെ ഓയിൽ സ്പ്രെഡാക്കുമ്പോൾ. അപ്പോൾ ഞാൻ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കാം കേട്ടോ. ഇനി നമുക്കിത് ബർഫി പോലെ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതൊരു ഓവർനൈറ്റ് തന്നെ വെക്കണം, അപ്പോഴാണ് നന്നായിട്ട് സെറ്റാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ 2-3-4 പ്രാവശ്യമായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ചാനലിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണതാണ്. എന്നാലും നമ്മൾ ചെയ്തത് അപ്പോൾ ഞാനങ്ങനെ ഫ്രീസറിൽ വെച്ചോട്ടെ. അപ്പോൾ ഫ്രീസറിൽ വെക്കണം. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. വെറുതെ ചില്ലി ആയിട്ടുള്ള ആ ഒരു സാധാരണ ഉള്ളൊരു ഫ്രൈ ആണ് കേട്ടോ. പിന്നെ മുളക് പൊടി, ഒരു നുള്ളു മല്ലിപ്പൊടി, പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്, പിന്നെ കോൺഫ്ലവറും മൈദയും ഈക്വലായിട്ട് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് വിനാഗിരി, പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ നന്നായിട്ട് തിരുമ്മി അതൊരു പാത്രത്തിലാക്കി അതങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ റംസാൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഈ ഒരു സംഭവമൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ ചിക്കൻ നഗ്ഗറ്റ്സ് ഉണ്ടാക്കാനായിട്ട് ഒരു 150 ഗ്രാമോളം എല്ലില്ലാത്ത ചിക്കന് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 8-10 വെളുത്തുള്ളിയുടെ അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കുരുമുളക് കിട്ടും. ഇത് ശരിക്കും നമുക്കിത് റെസ്റ്റോറൻറ്റ് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അടിപൊളിയായിട്ട് തന്നെ ഉള്ളിൽ നല്ല വൈറ്റായിട്ട് തന്നെ കിട്ടുന്ന ആ ഒരു ടൈപ്പാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് എല്ലാവരും കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണിത്. അപ്പോൾ നന്നായിട്ട് ആ ഒരു ചിക്കൻ അരച്ചതിന് ശേഷം ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് കയ്യിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അരച്ചപ്പോൾ തന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പല ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഞാനൊരു കുക്കി കട്ടർ വെച്ചിട്ട് അതിൽ ഇട്ടിട്ടാണ് ഷേപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്കിതിൻ്റെ ഒരു ഡിസൈൻ വരുത്താം കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് ഞാനിങ്ങനെ ആ ഒരു കട്ടറിൽ വെച്ചിട്ട് മോൾഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ലവ് ചിഹ്നത്തിൻ്റെ ഒരു ഇതിൽ മോൾഡിലാട്ടോ. നമുക്ക് ഇഷ്ടമുള്ള മോൾഡിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പല ഇതിനും കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, സന്തോഷമാവും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം നമുക്ക് 1 മാസത്തോളം ഫ്രീസറിൽ വെച്ചിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. ഇത് നല്ലൊരു ഐറ്റമാണ്. കാരണം നമുക്ക് കട്ട്ലറ്റിൻ്റെയൊക്കെ അതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഇത്, കട്ട്ലറ്റിനേക്കാളും. കാരണം ഈ പൊട്ടറ്റോ ഒന്നും കഴിക്കാത്ത ആളുകൾക്കൊക്കെ ഇത് നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങണ ആ ഒരു ടേസ്റ്റിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ.
അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലവർ ഒരു പാത്രത്തേക്ക് എടുത്ത് അത് എല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടോ. നമ്മൾ ആ ഒരു കുക്കി കട്ടറിൽ വെച്ചിട്ട് എല്ലാം മോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു കുറച്ച് പിന്നെ കോൺഫ്ലവറിലിട്ടിട്ട് എല്ലാം ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒക്കെ ഒന്ന് പിന്നെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബ്രെഡ് ക്രംസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 മോഡലിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ശരിക്കും നന്നായിട്ട് കിട്ടില്ല, എന്നാലും നന്നായിട്ട് നല്ല വിലയും കൊടുക്കണം. അപ്പോൾ നമ്മളെപ്പോഴും വീട്ടിലുണ്ടാക്കണതാണ് ഇത് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ആ വൈറ്റ് പോർഷനൊക്കെ എടുത്തിട്ട് അതൊക്കെ പിന്നെ ഞാൻ പിച്ചി കീറിയിട്ട് നമ്മളെ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഞാനൊരു 3/4 കവറോളം ബ്രെഡിൻ്റെ ക്രംസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്, ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം റംസാൻ കഴിയുന്നവരത്തേക്ക് ഉണ്ടാവും കേട്ടോ. നമ്മളിത് മാത്രമല്ല, നമ്മൾ ബ്രെഡ് ക്രംസ് ഇല്ലാതെയും നമ്മൾ പലഹാരങ്ങൾ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഏകദേശം ഒരു മാസത്തേക്കൊക്കെ നമുക്കിത് ഉണ്ടാക്കാനുണ്ടാവും. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്ത് ഞാൻ നല്ല വൈറ്റ് കളറായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും വൈറ്റ് പോർഷനുള്ളതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഏകദേശം ഇപ്പോൾ 3/4 പിന്നെ പാക്കറ്റ് പിന്നെ ബ്രെഡ് എടുത്തിട്ട് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഇതിൻ്റെ വൈറ്റ് പോർഷന് പിന്നെ മിക്സിയിലിട്ട് കറക്കിയെടുത്തത്. ഒരു 3-4 കറക്കുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഇതാരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ ഭയങ്കര മടിയാണ്. നമുക്കിതൊക്കെ പിന്നെ ഇത് പുറത്ത് വെക്കാം, അത് ചൂടാക്കിയിട്ടാണ് ഞാൻ വെക്കണത്. ഇത് പുറത്തും വെക്കാം, അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചാലും കുറേ നാളിരിക്കും. അതുപോലെ പുറത്ത് വെച്ചാലും ഒരു ഏകദേശം 2 ആഴ്ച വരെയൊക്കെ പുറത്തും വെക്കട്ടെ. കാരണം ഞാനിത് ചെറിയ തീയിലിട്ടിട്ട് കേട്ടോ, നന്നായിട്ട് പാൻ ചൂടാക്കിയതിന് ശേഷം പിന്നെ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ അടുത്തൊന്നും പോകാൻ പാടില്ല. കാരണം ഇതിൻ്റെ കളർ ചേഞ്ച് ആവാതെ തന്നെ ഈ വൈറ്റ് നല്ല വൈറ്റായിട്ട് തന്നെ കിട്ടണം കേട്ടോ. നമുക്കിത് ഒരുപാട് കാര്യങ്ങൾക്ക് കട്ട്ലറ്റ്, അതുപോലെ റോള്, പല സൈസ് റോള് എല്ലാത്തിനും ഇത് നല്ലതാട്ടോ. അപ്പോൾ ഞാൻ ചെറിയ തീയിൽ തന്നെ ഇട്ടിട്ട് ഒട്ടും കളർ ചേഞ്ച് ആവാണ്ട് തന്നെ നോക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊരു പരന്ന മുറത്തിലോ ഒരു തട്ടിലോ ഏതെങ്കിലും ഒരു പരന്ന പാത്രത്തിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തുമ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു കണ്ടെയ്നറിലാക്കി വെക്കാം. അപ്പോൾ ഇനി ഞാൻ അടുത്ത് ചെയ്യാൻ പോണ നമ്മൾ അതിൻ്റെ സൈഡ് മുറിച്ചില്ലേ, സൈഡ് കട്ട് ചെയ്ത് പിന്നെ അതൊക്കെ ഒന്ന് എടുത്തിട്ട് നമുക്കൊന്ന് കറക്കിയെടുക്കാം. ഇതിന് ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ട് വരിക. നമ്മൾ പിന്നെ റസ്ക് പൊടി വാങ്ങിക്കൂലേ, ആ ഒരു കളറാണ് ഇതിനുണ്ടാവുക. പക്ഷേ റസ്ക് പൊടിയൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അതിനൊരു മധുരമായിരിക്കും കേട്ടോ. പക്ഷേ ബ്രെഡിൻ്റെ ആ ഒരു ക്രംസിന് ഒരിക്കലും ഒരു മധുരം ആയിട്ട് വരില്ല. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ഫുള്ളും പൊടിച്ചെടുത്തു. ഒരു ബ്രൗൺ കളർ ആണ് കേട്ടോ ഇതിന് വരുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി പിന്നെ കൊടുക്കുക. ഇതും അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് കരിയും കേട്ടോ. നമ്മളെപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ അടുപ്പത്തു നിന്ന് മാറാൻ പാടില്ല. നമ്മൾ ചെറിയ തീയിൽ തന്നെ ഇട്ടിട്ട് നല്ല ക്ഷമയോടുകൂടെ തന്നെ ഇതൊന്ന് പിന്നെ നന്നായിട്ടൊന്ന് പിന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ടത് വെളുത്ത എള്ളാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ റോളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പലഹാരങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഞാൻ റംസാനിന് ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ വെളുത്ത എള്ള് ഇടുമ്പോൾ എങ്ങനെയാണ്, ആ വെളുത്ത എള്ള് ഇതൊരു പിന്നെ ബ്രൗൺ കളറാണല്ലോ. അപ്പോൾ ആ വെളുത്ത എള്ള് ഇങ്ങനെ അതിലിങ്ങനെ റോളൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ മുക്കിയെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറുമാണ്, അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ അതുകൊണ്ടാണ് വെളുത്ത എള്ള് ഇട്ട് കൊടുത്തത്. അപ്പോൾ 2 ക്രംസും വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ ചില്ലി ഫ്ലെക്സോ അതുപോലെ കുരുമുളകിൻ്റെ പൗഡറോ ഒക്കെ വേണമെങ്കിൽ നമുക്കിതിൽ വ്യത്യസ്തമായിട്ടൊക്കെ നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെളുത്ത എള്ള ഇട്ട് കൊടുത്തത്. അപ്പോൾ രണ്ടും നന്നായിട്ട് ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊക്കെ ഒരു ബോട്ടിലിട്ട് വെക്കാം.
അപ്പോൾ ഞാൻ അതവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലെക്സാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം ഇത് നമുക്ക് ഒരുപാട് പിന്നെ ഐറ്റംസ് ഉണ്ടാക്കാനും അതുപോലെ നമ്മൾ തോരനും അതുപോലെ ഒളുത്തൊക്കെ ഉണ്ടാക്കാനും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കില്ല. അപ്പോൾ അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് ആവശ്യം വരും, പലഹാരങ്ങൾ ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 50 ഗ്രാമോളം മുളക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനെപ്പോഴും ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ എല്ലാം ഉണ്ടാക്കുക. കാരണം വെച്ചാൽ നമുക്ക് ഒരുപാട് പിന്നെ നാളിതിപ്പോൾ റംസാനാണ്, നമുക്ക് കുറേ ഇബാദത്തെടുക്കാനുള്ള സമയമൊക്കെ വേണ്ടത്. അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് പിന്നെയും കുറേയൊക്കെ സമയങ്ങൾ ഉണ്ടാവില്ല. നമസ്കാരങ്ങളൊക്കെ നമുക്ക് തറാവിയൊക്കെ നിസ്കരിക്കാനും ഒക്കെ ഉണ്ടാകുമ്പോൾ ടയേർഡ് ആവണീന് നമ്മൾ ഒരുവിധമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയറാക്കി വെക്കണത്. അപ്പോൾ ഞാൻ ആദ്യം ആ വൈറ്റ് കളറുള്ള ബ്രെഡ് ക്രംസ് ഞാനൊരു നല്ല ബോട്ടിലാക്കി വെക്കാൻ കേട്ടോ. ഇത് ഏകദേശം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 1.5 മാസത്തോളമൊക്കെ ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മളിത് ഇപ്പോൾ ചൂടാക്കിയത് കൊണ്ട് നമുക്ക് പുറത്ത് വെച്ചാലൊരു കുഴപ്പം വരില്ല. അപ്പോൾ 2 പിന്നെ ബ്രെഡ് ക്രംസും ഞാൻ ഓരോ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല ക്വാണ്ടിറ്റി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 3/4 പിന്നെ പാക്കറ്റ് ബ്രെഡാണ് എടുത്തത്. അപ്പോൾ അത് 3 ഞാൻ പിന്നെ ഓരോ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ നഗറ്റ്സ് ഒന്ന് റെഡിയാക്കി നോക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് പിന്നെ ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അധികം ആക്കണില്ല, ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് പിന്നെ ഫ്രൈ ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഞാനത് പിന്നെ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയതിന് ശേഷം നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പിന്നെ കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ബ്രെഡ് ക്രംസ് ഞാൻ ആ വൈറ്റ് ബ്രെഡ് ക്രംസാണ് എടുത്തത്. അതിൽ ഞാൻ ആദ്യം നമ്മളെ മുട്ടയിലും ഡിപ്പ് ചെയ്ത് ഈ പിന്നെ നമ്മളെ ബ്രെഡ് ക്രംസൊക്കെ ഒന്ന് മുക്കി ഞാൻ ഓരോന്നായിട്ട് പിന്നെ നമ്മളെ ചിക്കൻ നഗറ്റ്സ് പിന്നെ കോൺഫ്ലവർ പിന്നെ ഡിപ്പ് ചെയ്ത് വെച്ചതിൽ ഞാനൊന്ന് ബ്രെഡ് ക്രംസ് മുക്കിയിട്ട് ഒക്കെ ഒന്ന് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ചെറിയ ചെറിയ കുട്ടികളൊക്കെ നമ്മളെ വീട്ടിൽ നോമ്പില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനാണ് ഏറ്റവും വലിയ സൗകര്യം എന്ന് പറയുന്നത് അതാണ്. പിന്നെ ജോലിക്കാരും അതുപോലെ പിന്നെ ചെറിയ കുട്ടികളുള്ള ഫാമിലിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് റംസാനിന് ആ ഒരു നോമ്പറക്കണ സമയത്ത് നമുക്ക് ഒരുപാട് പിന്നെ ടെൻഷനും കാര്യങ്ങളും ഉണ്ടാവില്ല. കാരണം പിന്നെ ഇതൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കുക, അത്രയും നേരം നമുക്ക് ഖുർആനോദേ അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഒരുപാട് സമയം നമുക്ക് കിച്ചണിൽ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമല്ല. അപ്പോൾ എല്ലാം ഞാൻ റെഡിയാക്കി ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയിട്ട് ഞാനിപ്പോൾ 2-3 എണ്ണം മാത്രം ഫ്രൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഈ കണ്ടെയ്നറിൽ നമുക്ക് ഇതേപോലെ വെച്ചാൽ, ഇത് ഫ്രീസറിൽ വെക്കണം എന്നില്ല, താഴെ വെച്ചാലും മതി കേട്ടോ. അപ്പോൾ പിന്നെ ഫ്രീസറിലാണെങ്കിൽ ഒന്നും കൂടി കുറച്ച് നാളും കൂടി അധികം പിന്നെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി 2-3 എണ്ണമൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള കേട്ടോ, ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണം, ലുലുമാളിൽ നിന്നൊക്കെ വാങ്ങിക്കണം ആ ഒരു അതേ ഫ്ലേവറിലാണ്, അതേ ഒരു അതിൽ ചേർത്തിരിക്കുന്ന ആ ചേരുവകൾ അതേ ചേരുവകളാണ് കേട്ടോ ഞാൻ. അപ്പോൾ നല്ല വൈറ്റ് കളറിലൊക്കെ തന്നെയാണ് ഉള്ളിൽ അടിപൊളിയായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീയ നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തീ ഇത്തിരി ഒന്ന് ചൂടായി. അപ്പോൾ ഇത് കാരണം കുക്ക് ചെയ്യാത്ത മീറ്റ് കാരണം വളരെയധികം തീ കുറച്ചിട്ടിട്ട് നമ്മൾ ചെറുതായിട്ട് നമ്മൾ ഇങ്ങനെ ക്ഷമയോടെ കൂടെ നിന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ഇത് കിട്ടും കേട്ടോ.